ഹലോ ഹായ് റജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു 5 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചായക്കൊക്കെ പറ്റിയ സാധനമാണ്, അല്ല ഹെൽത്തി ഫുഡാണ്. എന്താണെന്ന് കാണിച്ചു തരാം. ബ്രെഡ് കൊണ്ടുള്ളതാണ് ഞാൻ കാണിച്ചു തരാം. പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല, മാവിൽ മുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാ ബ്രെഡാണ്. ബ്രെഡ് ഇതാ ഇതുപോലെ, പിന്നെ ഇതിൻ്റെ സൈഡ് മൊത്തം കട്ട് ചെയ്ത് മാറ്റി, കണ്ടോ, മാറ്റി. അതിന് ശേഷം പകുതി ബീട്രൂട്ട് എടുത്ത് ബീട്രൂട്ട് മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റാക്കി, എന്നിട്ട് ഇതിലോട്ട് ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറെ ഒന്നുമില്ല. ഇനി ഇതിൽ മുക്കിയതിന് ഈ ബീട്രൂട്ട് പേസ്റ്റിലോട്ട് മുക്കിയതിന് ശേഷം ചട്ടിയിൽ എണ്ണ ഒഴിക്കുക. നമ്മൾ എണ്ണയിൽ വീട്ടി പൊരിക്കുക ഒന്നും ചെയ്യൂല. നല്ല ഹെൽത്തി ഫുഡാണ്. ഞാൻ ഇനി ഉണ്ടാക്കണ കാണിച്ചു തരാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് എണ്ണ ചേർന്നതല്ല, നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കണത് അങ്ങനെയൊന്നും ഉള്ളതല്ല. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. ശകലം ഒന്നിങ്ങനെ നമ്മൾ ഈ എണ്ണ തുണി കൊണ്ട് ഇങ്ങനെ ഒന്നൊന്ന് തടവി കൊടുക്കണം. അപ്പോൾ ഇനി ചട്ടി ചൂടാവിട്ട്, ചട്ടി ചൂടാവുമ്പോൾ ഇപ്പം ഇത്തിരി ഒന്ന് തീ കൂട്ടി വെക്കണം. വേണ്ട, തീ കൂട്ടി വെച്ചിട്ട് പിന്നെ ചട്ടി അനന്നതിന് ശേഷം ചെറിയ തീയിലിട്ട് നമുക്കിത് ചൂടാക്കി എടുക്കാം. പൊരിക്കണ്ട, ചൂടാക്കി അപ്പുറം അപ്പുറം മറിച്ചിട്ട് ചൂടാക്കി എടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒരു അസുഖം അങ്ങനെ ഉണ്ടാവണതല്ല. നമ്മൾ ബീട്രൂട്ട് നമ്മൾ കഴിക്കുന്നതാണല്ലോ, അതാണ് പറഞ്ഞത് ഹെൽത്തി ഫുഡാണ്. എണ്ണ ചേരുന്നില്ല, പഞ്ചസാര ചേരുന്നില്ല, ഒന്നും, തേങ്ങയാവട്ടെ ഒന്നുമില്ല. അതാ കണ്ട കുറച്ച് ബ്രെഡ് എടുത്തോളൂ, നമുക്കിപ്പോൾ ഇത് മതി. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. കണ്ട എന്തോ ഒരു ഭംഗി, എന്നെ കാണാൻ തന്നെ കണ്ട. ഇനി ചെറിയ തീയിലിട്ട് കൊടുക്കാം. നല്ലതുപോലെ കണ്ട ഇങ്ങനെ മുക്കിയെടുക്കണം. കണ്ടല്ലേ, മറിച്ചും തിരി തോനേരം ഇങ്ങനെ ഇടരുത്, അതപ്പോഴത് പിരിന്നു പോകും. കണ്ട. എന്നിട്ട് നമുക്ക് ഈ രണ്ടെണ്ണം വീതം ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിക്കൊണ്ട് പിരിന്നു പോകും. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതൊന്ന് ഇതായതിന് ശേഷം മറിച്ചിടാം. ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് ചൂടാക്കിയത് റെഡി ആയിട്ടുണ്ട്. വേണ്ട, ഇത്തിരി ഒന്ന് കുറഞ്ഞ തീയാണ്. ഇങ്ങനെ ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കണം. ഇതിൽ മുട്ട ചേർന്നിട്ടില്ല, മാവ് ചേർന്നിട്ടില്ല, ഒന്നുമില്ല. ആ ബീട്രൂട്ട് ജാറിൽ അടിച്ചതിന് ശേഷം നല്ല പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിലോട്ട് ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബ്രെഡ് മധുരമാണല്ലോ, അപ്പോൾ ആ ബ്രെഡിൻ്റെ മധുരവും ബീട്രൂട്ടിൻ്റെ ആ മധുരവും അതങ്ങനെയുണ്ട്. പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം, ഇതെങ്ങനെ ഇരിക്കും എന്നറിയാമല്ലോ. ഞാൻ കഴിച്ച് നോക്കട്ടെ. ഒരു മധുരമുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ടില്ലെങ്കിലും ബ്രെഡിൻ്റെ മധുരവും ബീട്രൂട്ടിൻ്റെ മധുരവും ഉണ്ട്. അപ്പോൾ ഇത് ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കരമായിട്ടിട്ട് മുക്കി കൊവത്തി കളയരുത്, അല്ലാതെ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ലെന വന്നിരുന്ന് വിളിക്കണം, ബീട്രൂട്ട് ബ്രെഡ് വേണമെന്ന്. അതാ എന്നാ കഴിച്ചോ. ശരി, ഇത്രയൊക്കെയുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.